മതി മതി. രാവിലെ കഴിച്ച 13 ഇഡ്ഡലി സാമ്പാറും തേച്ച് കാണും. അതിനാണോ ഈ കിടന്ന് കൂത്താട്ടം കാണിച്ചത്? പിന്നല്ലാതെ കൊട്ടാരം വൈദ്യ എന്റെ അടുത്ത് എന്ത് പറഞ്ഞെന്നറിയാമോ? എന്താ ദേഹം അനങ്ങിയില്ലെങ്കിൽ കൊഴുപ്പ് കയറി ചത്തു. അത് നിങ്ങൾ. അതുപോലല്ലോ എനിക്ക്. ഇനി എത്ര കാലം രാജകുലു ഇങ്ങനെ രാജാവിനെ പറ്റിച്ച് തിന്നും? മന്ത്രി തൃശങ്കു എത്ര നാൾ തിന്നുന്നുവോ അത്ര നാൾ നാമും തിന്നും. അയ്യോ, രാജാവ് വരുന്നുണ്ട്. പെരുമ്പാവൂർ മുഴങ്ങട്ടെ. പെരുമ്പാവൂരോ? ചെണ്ടാക്കാറ്റ് കൊട്ടത്തില്ലേ? എന്റെ അമ്മോ, പെരുമ്പറ. അത് മുഴങ്ങട്ടെ. രാജാതി രാജൻ, വില്ലാളി വീരൻ, വീരശൂര പരാക്രമി. കൃമിയാ? രാജേന്ദ്ര ബാബു. രാജേന്ദ്ര ബാബു അല്ല, മൂഷിക വാഹനൻ. എടാ നീ ഗണപതിയാടാ. എന്താ നീ പറയുന്ന? നീ നിർത്ത്. എടാ 1001 തവണ നിനക്ക് ഞാൻ എംബോസിഷൻ എഴുതി തന്നില്ലേ? അതുപോലെ നീ ഇതുവരെ പഠിച്ചില്ലേ? എന്തായാലും രാജാവിന്റെ എൻട്രി തൊലഞ്ഞു. ഇനി അങ്ങോട്ട് ചെല്ല. ഓ രാജാവേ. രാജൻ. കുന്നിക്കുരു ഒന്ന് അങ്ങോട്ട് മാറും. കുന്നിക്കുരുവാ? രാജകുരു. ആരാലും അങ്ങോട്ടൊന്ന് മാറ്. എടാ നിന്റെ അടുത്ത് ഞാൻ പലവട്ടം പറഞ്ഞിട്ടുണ്ട്, എന്നെക്കാട്ടി നല്ല ലുക്കിൽ ഇവിടെ വന്ന് നിൽക്കും. എന്നെക്കാട്ടി ലുക്ക് വന്നിരിക്കണോണ്ടാ ഞാൻ വരെ പറയല്ലടാ നീയാണ് ഇവിടുത്തെ രാജാവെന്ന്, ഞാൻ മന്ത്രിയെന്ന്. മേലെ ഇനി ഇങ്ങനത്തെ കോലത്തിൽ ഞാൻ ഇവിടെ കണ്ടുപോലും. വേറെ റിസൾട്ട് ഒന്ന് വന്നോ. ക്ഷമിക്കണം രാജൻ, ക്ഷമിക്കണം. എന്നാ പിന്നെ നീയൊക്കെ അങ്ങ് ഉണ്ടാക്കി ഞാൻ പോവാ. അയ്യോ രാജൻ, പോവരുതേ രാജൻ. എടാ ഞാനല്ലോ രാജാവ്, ഞാനല്ലോ ചിരിയൊക്കെ ചിരിക്കണ്ടേ? അത് പിന്നെ എല്ലാ കാര്യങ്ങളും നമ്മളെ കൊണ്ടാണല്ലോ രാജൻ ചെയ്യിപ്പിക്കാറ്. ചില കാര്യങ്ങൾ നാമും ചെയ്യും. ഒരു ചിരിയും കൂടെ ചിരിച്ചാടിനെ മൂക്ക് എന്ന് പെരുവരലിൽ തൊട്ടേനെ. പഞ്ചുമില്ല. ഇതിന് വേറെ ഞങ്ങൾ ചെയ്തപ്പോ ഈ സാധനം ഒന്ന് കേറി. ഓ നിങ്ങളെ പേര് രാജഗുരു. എന്താ രാജൻ, എനിക്ക് രാജനോട് ഒരു കാര്യം പറയാനുണ്ട്. കഴിഞ്ഞ യുദ്ധത്തിന് നമ്മളെല്ലാരും വടക്ക് നിന്ന് യുദ്ധം ചെയ്തോണ്ടിരുന്നപ്പോ രാജൻ മാത്രം എന്താണ് തെക്ക് ചെന്നിട്ട് ആരുമില്ലാത്തടത്ത് വാൾ വീശിക്കൊണ്ടിരുന്നത്? നിനക്ക് ഗത കൊണ്ട് തലക്കടി ഇട്ടിട്ടുണ്ടോ? ഇല്ല. കിട്ടണം. അല്ല രാജൻ, പെട്ടെന്നൊരു യുദ്ധം ഉണ്ടാവാൻ എന്താണ് കാരണം? ഈ മെനകിട്ടവന്റെ ഒരു പാട്ട് കാരണം. ഒരു പാട്ടുകാരുടെ യുദ്ധമൊക്കെ ഉണ്ടാവോ? കൊട്ടാരത്തിന്റെ സീക്രട്ട് വിളിച്ചു പറഞ്ഞ. കൊട്ടാരത്തിന്റെ സീക്രട്ട് വിളിച്ചു പറയണ പാട്ടാ? അതേത് പാട്ട്? മന്ത്രി ആ പാട്ടൊന്ന് പാട്. എന്റെ രാജകൊട്ടാരത്തിന് മതിലുകളില്ല. ഇത് കേട്ടതും അയൽ രാജാവ് ബീരങ്കിക്ക് വെടിവെച്ചാണ് നമ്മുടെ കൊട്ടാരത്തിന്റെ മേൽക്കൂര അടിച്ചു പൊട്ടിച്ചത്. മനസ്സിലായേ? അതാണ് യുദ്ധത്തിന്റെ തുടക്കം. മനസ്സിലായി രാജൻ, മനസ്സിലായി. പിന്നെ രാജഗുരു, യുദ്ധം കഴിഞ്ഞ് 2ാം ദിവസം നിങ്ങൾ ആ യുദ്ധഭൂമിയിൽ ചെന്ന് വിതുമ്പുന്നത് നാം കണ്ടിരുന്നു. അത്രയ്ക്ക് രാജ്യസ്നേഹമായിരുന്നല്ലേ? അയ്യേ, അത് രാജ്യസ്നേഹം കൊണ്ടല്ല. യുദ്ധത്തിന്റെ അന്ന് ഞാൻ ചോറ് കൊണ്ടുപോയ എന്റെ ചോറ്റുപാത്രം ഞാൻ അവിടെ എവിടെയോ വെച്ച് മറന്നു വെച്ചിട്ട് അങ്ങ് വന്ന് കർണപടം പൊട്ടുന്ന തരത്തിലുള്ള തെറിയാണ് എന്റെ പെണ്ണുമ്പിള്ള എന്നെ വിളിച്ചത്. അത് എടുക്കാൻ വേണ്ടി ഞാൻ പോയതാ. എന്റെ ആനയ്ക്ക് കൊണ്ട് അമ്പ് ഇങ്ങനെ റണ്ണാക്കി കൊണ്ടാണ് എന്റെ രാജൻ രക്ഷപ്പെട്ടനെ. ആരെവിടെ ആരെവിടെ? രാജാവ് എവിടത്തെ രാജാവ്? അവിടെ നോക്കി ആറെവിടെ ആറെവിടെ എന്ന് വിളിച്ചു കൂവിയിട്ട് എന്ത് കാര്യം? അവിടെയാണ് ആറുള്ളത്, അവിടെയാണ് തൊഴിയും പ്രാണിയൊക്കെ നീരാടാൻ വരുന്നത്. എന്റെ അച്ഛന്റെ അച്ഛന്റെ പ്രായമുണ്ട്, അല്ലാതെ ചെവിക്കല്ലടിച്ചാ പൊളഞ്ഞാന്. ഒരു രാജഗുരു പോലും. എന്റെ രാജഗുരു, ഞാൻ ആറെവിടെ ആറെവിടെ എന്നല്ലേ പറഞ്ഞത്? ആരെവിടെ ആരെവിടെ എന്നാണ് നാം പറഞ്ഞത്. അതിനിവിടെ ആരിയ്ക്കുന്നു? ആകപ്പാടെ ഞാനും ആ വെളുത്തുള്ളിയിലെ ഫിഗർ ചെയ്യുന്ന രാജഗുരു. അതും തന്നെ. അല്ല എങ്ങനെ ഉണ്ടാവാനാ? നീയൊക്കെ അല്ലയോ എനിക്ക് ഓരോരോ ഐഡിയ പറഞ്ഞു തരുന്നത്, അതുകൊണ്ടാണ് അവിടെ ഒന്നും ആരും ഇല്ലാത്തത്. പിന്നെ രാജൻ, ഞാനൊരു ഇച്ചിരി കാശ് കടം ചോദിക്കുന്നതിൽ രാജൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാവൂ? ബുദ്ധിമുട്ടോ? എന്താണ് തൃശങ്കു നിങ്ങൾ ഈ പറയുന്നത്? എന്റെ ഊണിലും ഉറക്കത്തിലും എന്റെ കൂടെയുള്ള എന്റെ മന്ത്രി എന്നോട് ഇച്ചിരി കാശ് കടം ചോദിച്ചാൽ എനിക്കത് ബുദ്ധിമുട്ടാവുമോ? അസംഭവ്യം, അസംഭവ്യം. രാജൻ, എന്നാ പിന്നെ എനിക്ക് ഒരു ഇച്ചിരി കാശ് തരൂ. 10ന്റെ പൈസ തരത്തില്ല. ഞാൻ ഒരു ബുദ്ധിമുട്ടും ഇല്ലെന്ന് പറഞ്ഞു. ചോദിക്കുന്നതിന് ബുദ്ധിമുട്ടില്ല, പക്ഷെ തരാൻ എനിക്ക് ഇത്തിരി ബുദ്ധിമുട്ടുണ്ട്. അണ്ടർവെയറിന്റെ വള്ളി വരെ പണയത്തില്ല, എന്നാലും വീരവാദത്തിന് ഇങ്ങാൾക്ക് ഒരു കുറവുമില്ല. മന്ത്രി ക്ഷമിക്കണം രാജൻ. മന്ത്രി, നിങ്ങളെ ഞാനൊരു മന്ത്രിയായിട്ടല്ല കാണുന്നത്. പിന്നെ കടം തന്നാ തിരിച്ചു തരാത്തവൻ. എടാ നിന്റെ പെണ്ണുമ്പിള്ള 1000 വർഷത്തിന് നിന്റെ പൈസ ഇല്ലെന്ന് പറഞ്ഞ നീ എന്റെ അടുത്ത് വന്നേ. എന്നാലും അത് കേട്ട് എന്റെ പെണ്ണുമ്പിള്ള, അതാണ് ഇവിടുത്തെ റാണി, അവളുടെ വള ഊരിയാണ് നിനക്ക് തന്നത്. എന്നിട്ട് അവന്റെ പെണ്ണുമ്പിള്ള ഇപ്പൊ 4 പറ്റി
തല്ലുകൊള്ളുക. അല്ല കുത്തുവാക്ക് കേൾക്കും അറിയാവോ? വേണമായിരുന്നു എല്ലാരും മോതിരം കൊണ്ടുപോയായിരുന്നല്ലോ. ഞാൻ തരാം രാജൻ, ഞാൻ തരും. രാജൻ, നമ്മളെ പുതിയ കൊട്ടാരത്തിന്റെ പണിയൊക്കെ കഴിഞ്ഞു. ഇനി ടൈൽസും കൂടെ ഇട്ടാ മതി. ടൈൽസ് വേണ്ട, നമ്മുടെ പിതാവിന് വാരത്തിന്റെ അന്ത് അസുഖമുണ്ട്, അതുകൊണ്ട് റെഡ് ഓക്സൈഡ് ഇട്ടാൽ മതി. മതി. രാജന്റെ കൽപ്പന പോലെ റെഡ് ഓക്സൈഡ് എങ്കിൽ റെഡ് ഓക്സൈഡ്. പിന്നെ ഈ റെഡ് ഓക്സൈഡ് ഏത് കളർ അടിക്കണം? രാജഗുരു, ഈ മണ്ടൻ മന്ത്രി പറഞ്ഞു കേട്ടില്ലേ റെഡ് ഓക്സൈഡ് ഏത് കളർ അടിക്കണോന്ന്? നിങ്ങൾ ഇവിടുത്തെ ഒരു ഉപദേഷ്ടാവായിട്ടാണോ അവൻ അങ്ങനെ പറഞ്ഞത്? ആ വേണ്ടയോടൊന്ന് പറഞ്ഞു മനസ്സിലാക്കും. എന്ത് ചെയ്യാനാ രാജൻ, ഇവിടെ എല്ലാത്തിനും ഞാൻ തന്നെ വേണം. എടാ മണ്ട, റെഡ് ഓക്സൈഡ് എന്ന് വെച്ച് കഴിഞ്ഞാ പച്ച. നിങ്ങളാ മുടി കഴിച്ചാ കുറുക്കി അങ്ങ് ചാവാൻ കഴിയായിരുന്നോ നിങ്ങൾക്ക്? റെഡ് ഓക്സൈഡ് എന്ന് വെച്ചാ പച്ച പോലും. എന്ത് പറ്റി രാജൻ, എന്ത് പറ്റി? ആരവിടെ? കൊട്ടാരത്തിൽ 16 ദിവസത്തേക്ക് ദുഃഖാചരണമെന്ന് അറിയിച്ചോളൂ. അതെന്തോ നീയൊക്കെ എല്ലാം കൂടെ ഉള്ളത് മന്നത്തരം കേട്ട് ജീവിക്കുന്നതിനെക്കാട്ടി നല്ലത് സ്വന്തമായിട്ട് കുത്തിച്ചാവുന്നതാ. അല്ല എടാ, കൊട്ടാരത്തിൽ പുതിയ നിയമം വരാൻ പോവാ. അതെങ്ങനെ ശരിയാവും? അതെങ്ങനെ തിരുവനന്തപുരത്തുകാർ സമ്മതിക്കും? തിരുവനന്തപുരത്തുകാരെന്തിനു സമ്മതിക്കണം? അല്ല, തിരുവനന്തപുരത്ത് നടക്കണ നിയമം ഇങ്ങോട്ട് കൊണ്ടുവരണം. കുത്തടാ നീ, കുത്ത്. നീ എന്നെ കുത്തി മലത്തക്ക്. നീ എന്നെ തിരുവനന്തപുരത്ത് നടക്കുന്ന നിയമം കൊണ്ടുവരാൻ പോകുന്നു. ദൈവമേ, ഇങ്ങനെ കൊണ്ടുവരൂ രാജഗുരു മന്ത്രി. എന്റെ പൊന്നിളവേ, ഞാൻ പറഞ്ഞതെന്ന് വെച്ചില്ല, നിയമങ്ങൾ മാറാൻ പോകുന്നു. നിയമം മനസ്സിലായി. എന്ത് നിയമമാണ് രാജൻ? അതായത് നമ്മളെ പണ്ട് നർത്തകിമാരില്ലേ ഇവിടുത്തെ, നമ്മളെ പറ്റിച്ചോണ്ടിരുന്ന രാധമ്മ ചേച്ചിയും രമണി ചേച്ചിയും, അവരെ ഇവിടുന്ന് പറഞ്ഞു വിടാൻ പോവുകയാണ്. അയ്യോ, രാധമ്മയെ പറഞ്ഞു വിടണോ? രാധമ്മ നന്നായിട്ട് നൃത്തം കളിക്കും. നല്ല നൃത്തം. എന്റെ കൊട്ടാരത്തി മെനഞ്ഞാന്ന് വന്ന് ഡാൻസ് കളിച്ച് എന്ന് പറഞ്ഞത് മുട്ടയിലെ ചിരട്ട ഒഴി താഴെ വീഴും. അതുകൊണ്ട് നമ്മൾ അവരെ പറഞ്ഞു വിട്ടിട്ട് പുതിയ നർത്തകിമാരെ കൊണ്ടുവരാൻ പോകുന്നു. അതേതായാലും നല്ല കാര്യം രാജൻ. നൃത്തകാരന് വരുമല്ല, നമുക്കൊന്ന് സന്തോഷമായത്. അവിടെ ബലേവേഷം പറഞ്ഞോണ്ടിരിക്കത്തേ ഉള്ളൂ. അവര് വന്നു കഴിഞ്ഞാൽ എനിക്ക് ഡാൻസ് കാണണമെന്ന് തോന്നുമ്പോ ഞാൻ ഒറ്റയ്ക്ക് ഇരുന്ന് കാണും. അവരെ പറഞ്ഞു നിന്നെയൊക്കെ ഈ ദേശത്തിന്റെ തടിപ്പിച്ചിട്ടില്ല ഞാൻ. അപ്പൊ പിന്നെ നർത്തകിമാരെ കൊണ്ടുവരേണ്ട ഓഡീഷൻ നമുക്ക് ആരംഭിക്കാം. നിർത്തൻ, ഓഡീഷൻ തുടങ്ങാൻ വരട്ടെ. അയ്യോ രാജൻ, റാണി. അതിന് നീ എന്തിനാ പേടിക്കണ്ട? ഞാനല്ലേ പേടിക്കണ്ടേ? ഓഡീഷൻ നടത്തിക്കോളൂ, പക്ഷെ ആരെ തിരഞ്ഞെടുക്കണോന്ന് ഞാൻ തീരുമാനിക്കും. എന്നെ വരച്ച വരെ നിർത്തുന്ന നീ നിനക്ക് ഇഷ്ടമുള്ള പോലെ നീ അങ്ങ് തീരുമാനിച്ചോ. തരാവേ, രണ്ടിനുള്ള തരാവേ. ഞാനിവിടെ ഗ്ലാസ് തുടക്കാൻ നിൽക്കുവല്ല, ഞാനാണ് രാജാവ്. ഇതൊക്കെ ഞാൻ പറയേണ്ടതാണ്. എന്നാ ഓഡിഷൻ ചെയ്യാനുള്ള ആളെ വിരിക്കുള്ളി. രാജൻ, പ്ലീസ് നോട്ട്. ആദ്യമായി വരാൻ പോകുന്നത് കണ്ണൂരിന്റെ സുന്ദരി ത്രിഭുവതി, വയസ്സ് 20. പ്രിയതമേ ശകുന്തളേ, പ്രമദമാനസ സരസിൽ നീന്തും പ്രണയഹംസമല്ലേ നീ, പറയുമോ? പ്രിയതമേ ശകുന്തളേ, പ്രമദമാനസ സരസിൽ നീന്തും പ്രണയഹംസമല്ലേ നീ, പറയുമോ? പ്രണാമം മഹാരാജൻ. ഉരുളാ ഉരുളി മാലല്ല ഒരു രാജാവെന്ന് പറഞ്ഞ് മേലെ ഇവിടെ കണ്ടുപോയില്ല. കുട്ടി, നമ്മുടെ രാജാവ്. പ്രണാമം മഹാരാജൻ. കുട്ടിയുടെ നൃത്തം നല്ലതായിരുന്നു. നന്ദി മഹാരാജൻ. മനോഹരമായിരുന്നു. സർ, മനോഹരൻ ഒന്നിങ്ങോട്ട് വരാം. എന്താണ് രാജൻ? ഈ കഴുത്തിന് മേളിൽ ഉപയോഗശൂന്യമായ തല വേണോ? വേണം രാജൻ, വേണം. ഞാൻ ഇവിടെ തേങ്ങ പതിക്കാൻ നിൽക്കുമല്ല, മനസ്സിലായല്ലോ. അപ്പൊ ഞാൻ പറഞ്ഞോളതൊക്കെ. ശരി രാജൻ. കുട്ടിയുടെ പേരെന്താണ്? എന്റെ പേര് ത്രിഭുവതി എന്നാണ്. ഇനി മുതൽ ഇവിടുത്തെ എല്ലാ കാര്യത്തിലും മുൻപിലുണ്ടാവണം. പിന്നിൽ ഞാനും ഉണ്ടാകും. തരാവേ, രണ്ടിനെ അവിടെ നടിപ്പിക്കാവേ. മുമ്പ് അങ്ങാരുടെ അടുത്ത് പറഞ്ഞത് നിനക്കൂടെ ബാധകമാ, മനസ്സിലായല്ലോ. നീ വിട്ടു. അല്ല കുട്ടി കല്യാണം കഴിഞ്ഞതാണോ? അതെ മഹാരാജൻ, പക്ഷെ എന്റെ ഭർത്താവ് ഇപ്പോൾ ജയിലിലാണ്. എന്തിന്റെ കേസ്? ഞാൻ നൃത്തം ചെയ്യുന്നതിന്റെ ഇടയ്ക്ക് ഒരാൾ എന്റെ കൈ കയറി പിടിച്ചു. അയാളുടെ കൈ എന്റെ ഭർത്താവ് കഷ്ണമായി മുറിച്ചു കളഞ്ഞു. എങ്ങോട്ട് പോന്നു? അമ്മയ്ക്ക് തൈലം മേടിക്കണം. മിക്കവാറും നീ അതിട്ട് വീട്ടിൽ കിടക്കും.
എന്നാ പിന്നെ ഞാൻ ആ കാട്ടിൽ പോയി ഹോമം നടത്തിയിട്ട് വരാം. മിസ്റ്റർ അപ്പുപ്പത്താടി, താങ്കൾ എവിടെ പോന്നു? അങ്ങോട്ട് പോയി ഹോമം നടത്തുന്നേക്കാ കൊള്ളാം. ഒന്നാമത് നാട്ടുകാർ പോകുന്ന വഴിയാ. അവിടെ എങ്ങാനും ചെന്ന് നാശമായി കഴിഞ്ഞാൽ നാട്ടുകാർ പിടിച്ച് ഈ താടിക്ക് മുടിക്ക് കത്തിച്ച് പിടിച്ചാ ഉള്ള കാര്യം പറയുക. രാജഗുരു, അടുത്താളെ വിളി. ജഡ്ജസ് പ്ലീസ് നോട്ട്. കിരീടത്തിന് എറിഞ്ഞ് ഞാനിടും. മര്യാദയ്ക്ക് പറ. രാജൻ, അടുത്തതായി വരാൻ പോകുന്നത് കോഴിക്കോടിന്റെ അഭിമാന സുന്ദരി പ്രാണസഖി, വയസ്സ് 23. താഴെ ഒരു ബക്കറ്റൂടെ വെച്ചാലങ്ങ് നിറയുമല്ല. അത്ര കഴുകി പ്രിയതമേ ശകുന്തളേ, പ്രമദമാനസ സരസിൽ നീന്തും പ്രണയഹംസമല്ലേ നീ, പറയുമോ പ്രിയതമേ. ഇത് എല്ലാത്തിന്റെ പ്രണാമം മഹാരാജൻ. പോടാ, എന്റെ കൊട്ടാരത്തിൽ നിന്ന് ഇറങ്ങണ. പോടാ 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 പോടാ. എന്നെ കാട്ടി ലുക്കും വെക്കാണ്ട് വന്നങ്ങ് നിന്നോട് കണ്ടുപോലും നിന്നെ. എന്താ കുട്ടിയുടെ പേര്? നിങ്ങളുടെ പേര് വല്ല ഫെവിക്കോളെന്ന് വല്ലോ ആണോ? ഇങ്ങനെ കയറി അങ്ങോട്ടാ ഇങ്ങോട്ട് മാറി. കുട്ടി, ഞാനാണ് രാജാവ്. പ്രണാമം മഹാരാജൻ. നൃത്തം നല്ലതായിരുന്നു. എന്താണ് കുട്ടിയുടെ പേര്? എന്റെ പേര് പ്രാണസഖി. പ്രാണസഖി ഞാൻ വെറും ഒരു പാമരനാം പാട്ടുകാരൻ. കനലോല വീജികളിൽ വേടൂതുമാട്ടിടയൻ. നീ കുഴപ്പമില്ല, നീ ഓക്കെ. അത് നിന്റെ പ്രായത്തിന്റെയാന്ന് പറയാം. മുതക്കടിച്ചില്ലയോളോ തനിക്കത് എന്നാത്തിന്റെ കേടാ. എന്നാൽ പിന്നെ ഈ രണ്ട് നർത്തകിമാരും ഇവിടെ ഫിക്സ് ചെയ്യാൻ വരട്ടെ. എനിക്കൊരു കാര്യം തീരുമാനിക്കാനുണ്ട്. എന്താണ് മമതിയുടെ തീരുമാനം? ഈ നർത്തകിമാര് രാവിലെ 8 മണിക്ക് വന്ന ഉടനെ ഈ കൊട്ടാരത്തിന്റെ ഗേറ്റ് അങ്ങ് അടക്കണം. പിന്നെ ഇവിടെ കിടന്ന് ഡാൻസ് ഒക്കെ കളിച്ചു കഴിഞ്ഞ് വൈകുന്നേരം 5:30 ആകുമ്പോ കൊട്ടാരത്തിന്റെ വാതിൽ തുറക്കുക. ഇവരെ അങ്ങ് പറഞ്ഞു വിടുക. റാണി, രാവിലെ 8 മണിക്ക് വന്ന് വൈകുന്നേരം 5 മണിക്ക് പോവാൻ. ഇത് കൊട്ടാരമാണ്, അല്ല ചിറകി രണ്ടേപ്പീസല്ല. പിന്നെ നർത്തകിമാർക്ക് ഇവിടെ സ്റ്റേ ഇല്ല. അതൊക്കെ ചെറിയ കാര്യമില്ല. ഇതൊക്കെ എന്തിനാണ് ഇങ്ങനെ വിഷമിക്കുന്ന റാണി? എന്റെ മുറി അവിടെ ഒഴിഞ്ഞു കിടക്കുവല്ലേ? അയ്യോ, ഞാൻ ആ കാര്യം മറന്നുപോയി. നമ്മുടെ മന്ത്രിയുടെ മുറി ഒഴിഞ്ഞു കിടക്കുവാണല്ലോ. അപ്പൊ മന്ത്രിയും രാജഗുരുവും കൂടെ രാജഗുരുവിന്റെ മുറി കിടക്കും. ഇവർ രണ്ടുപേരും മന്ത്രിയുടെ മുറിയിലും കിടക്കും. എന്നെക്കാട്ടും നല്ല ഞാൻ ഏതെങ്കിലും പൂളപ്പട്ടിയെ കൂട്ടിപ്പോയി കിടക്കണേ. എന്തുകൊണ്ട് നിങ്ങൾ ഈ പറയുന്നത്? സത്യമല്ലേ രാജൻ പറഞ്ഞു? സത്യം തന്നെ. എന്തായാലും നിങ്ങൾ വന്ന സ്ഥിതിക്ക് നിങ്ങളും റാണിയുമായിട്ട് മത്സരം നടത്താം. നമുക്കൊന്ന് കാണാൻ തോന്നുന്നു. കഴിച്ചോളൂ. അയ്യോ രാജൻ! എന്താ? അയൽ രാജ്യത്തെ രാജാവ് യുദ്ധത്തിനായി പുറപ്പെട്ടു രാജൻ. മനുഷ്യനൊന്ന് സന്തോഷിച്ചു വരുമ്പോ അവന്റെ അടുക്കളത്തെ യുദ്ധം. രാജഗുരു യുദ്ധം പ്രഖ്യാപിച്ചു. എന്ത് ചെയ്യും നമ്മളിനി? രാജൻ, ഞാൻ ആലോചിച്ചിട്ട് ഒരു വഴിയെ കാണുന്നുള്ളൂ. എന്താണ് ആ വഴി? വല്ലവനെ വെട്ടുകൊണ്ട് ചാവുന്നതിനെ കാട്ടിലും ഭേദം രാജൻ നേരത്തെ പറഞ്ഞതുപോലെ സ്വയം കുത്തിയങ്ങ് ചാവുക. രാജഗുരു അല്ല, വ്യാജഗുരു.